പിറന്നാൾ അമ്മയ്ക്ക് ആഘോഷമല്ലെന്നും അമ്മ നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും മുതിർന്ന സന്യാസി വര്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി. മക്കളാണ് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. കൂടുതൽ മക്കളെ ഒരുമിച്ച് കാണുന്നതിന്റെ സന്തോഷമാണ് അമ്മയ്ക്കുള്ളതെന്നും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയാണ് അമ്മയുടെ ജന്മദിനാഘോഷമെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. അമ്മയുടെ 72ാം തിരുനാൾ സെപ്റ്റംബർ 27-ാം തീയതി ആഘോഷിക്കുകയാണ്. അമ്മ ആദ്യമായി പിറന്നാൾ ആഘോഷിച്ച 1979 സെപ്റ്റംബർ മാസത്തിൽ. അമ്മ പറഞ്ഞു, ഇത് ഒരു കടലോര ഗ്രാമമാണ്, ഇവിടെ പിറന്നാൾ ആഘോഷിക്കുക എന്നുള്ളൊരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മ ആ പിറന്നാളിന് വലിയ പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല. കന്നിമാസത്തിലെ കാർത്തിക നക്ഷത്രം അത് ഞങ്ങൾ അമ്മയിൽ നിന്ന് മനസ്സിലാക്കി ഞങ്ങൾ ചെറിയ തോതിൽ ഒരു പായസമൊക്കെ വെച്ചു. അമ്മയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും താമസിക്കുന്ന വീടും ചെറിയ ഒരു ക്ഷേത്രവും ഒരു ചരിപ്പും മാത്രം ഉള്ള ഒരു കാലം. ധാരാളം കുട്ടികൾ അമ്മയോടൊപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടാകും. അതെല്ലാം അയൽവാസികളായിട്ടുള്ള കുട്ടികളാണ്, ഈ കൊച്ചുകുട്ടികളാണ്. ആ കൊച്ചുകുട്ടികളാണ് അമ്മയുടെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ. അവരുമായിട്ട് അമ്മ ചിരിച്ചും കളിച്ചും അങ്ങനെ അങ്ങ് പോയി. അതാണ് 1979 ആദ്യമായി ആഘോഷിച്ച ജന്മദിനം അമ്മയുടെ. അന്നും ഇന്നും അമ്മയ്ക്ക് ജന്മദിനം ആഘോഷിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഉള്ള സന്തോഷം ഈ എല്ലാവരും എല്ലാ മക്കളും കൂടെ ഒന്നിച്ച് വന്നിരുന്ന് അവരെ കാണുന്നതും. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ മക്കളെ കാണുക, അവരെ ആശ്ലേഷിക്കുക, അവരുടെ ദുഃഖം കേൾക്കുക, അവരുടെ കണ്ണീരൊപ്പുക, അവർക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം അമ്മയ്ക്ക് മറ്റൊന്നുമില്ല. ഞങ്ങളൊക്കെ അമ്മയുടെ ജന്മദിനം തിരുനാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുവെങ്കിൽ പോലും അമ്മയുടെ സന്തോഷം മക്കളെ ഒന്നിച്ച് കാണുന്നു എന്ന് മാത്രമല്ല, ആ ദിവസം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ഇത് അമ്മയുടെ ദൈനംദിന ദിനചര്യകളിൽ അമ്മ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് വരുന്നു. അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ മറ്റ് ചില മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പ്രത്യേകിച്ച് അന്നില്ല. പിന്നെ കുറച്ച് ആൾ കൂടും, ചില പ്രധാന വ്യക്തികളൊക്കെ വരും, അതൊക്കെ സന്തോഷം. അപ്പോൾ ഏതായാലും ഈ 72ാം തിരുനാൾ ദിവസം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഓം അമൃതേശ്വരിയെ നമഃ.